സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മനെയും സഹായി തോമസ് കുരുവിളയെയും ജുഡീഷ്യൽ കമ്മീഷൻ വിസ്തരിച്ചാൽ തട്ടിപ്പിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിക്ക് സരിതയുമായുള്ള ബന്ധം വ്യക്തമാകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വനിതാ പോലീസുകാരെ വിസ്തരിക്കണമെന്നും വി.എസ്. കമ്മീഷൻ മുൻപാകെ ആവശ്യപ്പെട്ടു. സോളാർ തട്ടിപ്പിൽ 10,000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിക്കും ഓഫീസിനും ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നും കാണിച്ച് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ആരോപണത്തിൽ ഊന്നിയായിരുന്നു വി.എസ്. കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്. മുഖ്യമന്ത്രിക്കും പേഴ്സണൽ സ്റ്റാഫുകൾക്കും സരിതയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇത് കമ്മീഷന് ബോധ്യപ്പെടാൻ സരിതയുടെ പശ്ചാത്തലം അറിയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ജീവനക്കാരായ ഷീജാദാസിനെയും ഹസീന ബീഗത്തെയും വിസ്തരിക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. സരിത ആദ്യം ജയിലിൽ കഴിയുന്ന സമയം പ്രസവ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്ന ഇവർ സരിതയെക്കുറിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ നടപടിയെടുത്തില്ലെന്നും വി.എസ്. കമ്മീഷന് മുന്നാകെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മനെയും സഹായി പാവം പയ്യൻ എന്നറിയപ്പെടുന്ന തോമസ് കുരുവിളയും വിസ്തരിച്ചാൽ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അത് കമ്മീഷൻ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും വി.എസ്. പറഞ്ഞു. കൊലക്കേസ് പ്രതിയാണെന്ന് ഇന്റലിജൻസ് വിവരം നൽകിയിട്ടും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രതിയായ ബിജു രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി കണ്ടതും തട്ടിപ്പിന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്നതായും വി.എസ്. ആരോപിച്ചു. 3.5 മണിക്കൂറോളം നീണ്ടുനിന്ന വിസ്താരത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങളുടെ തെളിവുകളുടെ രേഖകളും വി.എസ്. കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചു. വിസ്താരത്തിന് ശേഷം 2:30 പുറത്തിറങ്ങിയ വി.എസിനോട് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചെങ്കിലും മൗനം തന്നെയായിരുന്നു വി.എസിന്റെ ഇന്നത്തെയും മറുപടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.